Friends, this is Nikon D3500 unboxing. We will see Nikon Worldwide Service R&D, Nikon Middle East region, Nikon user manual. Camera body നല്ലപോലെ പോയിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റാണ് സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ നിക്കോൺ 3500. ലെൻസ് പിടിപ്പിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ക്യാപ്പ് ഊരി നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ബോഡി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണ് കവറിലുള്ളതെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ലെൻസ്. സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. നിക്കോൺ 18-50mm ലെൻസാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനിയുള്ളത് ചാർജറാണ്. ചാർജർ, എൻ്റെ അഡാപ്റ്റർ, ബാറ്ററി ചാർജർ, എൻ്റെ പ്ലഗ്, ബാറ്ററി. നിക്കോൺ ബാറ്ററി 1230 mAh ആണ്. ഏകദേശം 1550 ഷോട്ട്സോളം എടുക്കാമെന്നാണ് നിക്കോൺ പറയുന്നത് ഈ ക്യാമറ വെച്ച്. നിക്കോണിൻ്റെ ഒരു ഉണ്ട്. കഴുത്തിലൊക്കെ തൂക്കിയിടാൻ ഈസിയായിട്ട് നിക്കോണിൻ്റെ. അപ്പോൾ നോക്കി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ലെൻസ് ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതാണ് ലെൻസ്, നിക്കോണിൻ്റെ തന്നെ നിക്കോൺ ലെൻസ്. ഇതാണ് 3500 കൂടെ വരുന്ന ലെൻസാണിത്. 18-50mm ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെൻസിൻ്റെ ഒരു ക്യാപ്പുണ്ട്, എടുക്കാം. അതിനുശേഷം ബോഡിയിലെ ഈ ക്യാപ്പ് കൂടെ എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറ്റ് ഡോട്ട് കണ്ടില്ലേ, ലെൻസിൽ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അപ്പോൾ അതിന് നേരെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക. അപ്പോൾ ഒരു സൗണ്ട് വെക്കും, കിടിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി അതിന് ശേഷമുള്ളത് നമുക്കെന്നാൽ ബാറ്ററീനെ, ഇവിടെയാണ് ബാറ്ററി ആണുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാറ്ററിയുടെ ലോക്ക്. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് 1230 mAh ആണ്. ഇത് ഉപയോഗിച്ച് ഏകദേശം ഒരു 1500 ഷോട്ട്സോളം നമുക്കെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്യാം. അതിന് ആരോ കാണിച്ചിട്ടുണ്ട്. ആ ആരോ ഡയറക്ഷനിൽ ഒറ്റ രീതിയിൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഈ ലോക്ക് ഒന്ന് മാറ്റിക്കൊണ്ട് ഇതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ ലോക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി. അപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് 16 GB ഒരു മെമ്മറി കാർഡുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു ചെറിയ വെട്ടുള്ള ഭാഗം. ഇങ്ങനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മെമ്മറി കാർഡ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ലെൻസിനൊരു ലോക്കുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യണം. ഇവിടെയാണ് ലോക്ക്. അതൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ലെൻസ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ. ഇതാണിപ്പോൾ ക്യാമറയുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇൻഫർമേഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം, ഓൺ ചെയ്ത് ഇൻഫോ ബട്ടൺ ഉപയോഗിച്ച് ഓഫ് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ ബട്ടൺസിനെ കുറിച്ച് വേണമെങ്കിൽ ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. അതിന് നടുക്കായിട്ട് നമുക്ക് ഷട്ടർ ബട്ടണുണ്ട്. ഷട്ടർ ബട്ടണും ഓട്ടോ ഫോക്കസ് മോഡിൽ നമുക്ക് ഫോക്കസ് ലോക്ക് ചെയ്യാനായിട്ടുള്ളതാണ്.
പിന്നെ അതുപോലെ ഈ വീലെന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് സെലക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതാണ് ലൈവ് വ്യൂവിൻ്റെ, നമുക്ക് വ്യൂ ഫൈൻഡറും ഡിസ്പ്ലേയും തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്ലാഷിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളതുണ്ട്, ബട്ടണുണ്ട്. അതുപോലെ ഇത് എന്ന് പറയുന്നത് അപ്പേർച്ചർ പ്രയോറിറ്റി മോഡിലും ഷട്ടർ പ്രയോറിറ്റി മോഡിലൊക്കെ നമുക്ക് അപ്പേർച്ചർ ഷട്ടർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. പിന്നെ അതുപോലെ മെനു ബട്ടണുണ്ട്. ഇത് പ്ലേ ബട്ടൺ, നമ്മൾ എടുത്ത ഫോട്ടോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മെനു ബട്ടൺ, ഡിഫറെൻറ്റ് മെനു നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓപ്ഷൻസ്, സൂം പ്ലസ് മൈനസ്, ഇതതുപോലെ നമുക്ക് ടൈമർ ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര ഷോട്ട്സ് ഒരുമിച്ചെടുക്കാൻ ഉള്ളത്, എത്ര ഫ്രെയിംസ് വേണമെന്നുള്ളത് അതിനായിട്ടുള്ള ബട്ടണാണിത്. അതുപോലെ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടണ്. പിന്നീട് വരികയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലുള്ളത് ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ബട്ടണാണ്. ഈ റെഡ് ഡോട്ട് കാണുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡായി തുടങ്ങും. ഫുൾ HD വീഡിയോസ് നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 19 മിനിറ്റ് നമുക്ക് വീഡിയോ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മെഗാ പിക്സലിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. 24 മെഗാ പിക്സലാണ് ഈ ക്യാമറ. അതുപോലെ തന്നെ ഇനിയുള്ളത് നമുക്ക് ലെൻസ് റിമൂവ് ചെയ്യാനുള്ളൊരു ബട്ടണുണ്ട്. ഇത് പ്രസ് ചെയ്തുകൊണ്ട് ലെൻസ് തിരിക്കുക. ഇങ്ങനെയാണ് ലെൻസ് റിമൂവ് ചെയ്യുന്നത്. തിരിച്ച് ഇൻസേർട്ട് ചെയ്യാൻ അതുപോലെ വൈറ്റ് ഡോട്ടിന് നേരെ വെച്ചുകൊണ്ട് തിരിക്കുക. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാമറ ഓൺ ആയിരിക്കുമ്പോൾ ഒരിക്കലും ലെൻസ് റിമൂവ് ചെയ്യരുത്. ക്യാമറ ഓഫാക്കിയിട്ട് വേണം ലെൻസ് റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഫ്ലാഷോ അല്ലെങ്കിൽ മൈക്കോ കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് HDMI പോർട്ടുണ്ട്, അതുപോലെ മൈക്രോ USB പോർട്ടുണ്ട്. ഇതാണ് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട് നമുക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സൗദി അറേബ്യയിൽ ഇതിന് 1499 റിയാലാണ്. നമ്മൾ നാട്ടിലെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 27,500 രൂപയോളം വരും. നാട്ടിൽ ഇതിന് ആമസോണിൽ 27,150 രൂപയോളമാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ചാർജറിനെ കുറിച്ചാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ. നമ്മൾ ബാറ്ററി ഊരിയതിന് ശേഷമാണ് ചാർജ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. അതൊന്ന് കണക്ട് ചെയ്യണം. ആദ്യത്തേതാണ് കണക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വല്ലോ വേണമെങ്കിൽ ഊരിയാൽ മതി. ഇച്ചിരി പാടാണ് ഇത് ഊരാൻ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഒന്ന് ഇട്ടൊന്ന് നോക്കാം. ബാറ്ററി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ചാർജിങ് മോഡിലാണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ലൈറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കും. അതാണ് ഫുൾ ചാർജ് എത്തി എന്നുള്ള അറിയാനുള്ള മാർഗം. അപ്പോൾ നിക്കോൺ D3500 കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുടക്കക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ക്യാമറയാണ്. ഈ പ്രൈസിന് ആവശ്യത്തിനുള്ള എല്ലാ ഓപ്ഷൻസും ഉള്ള നല്ലൊരു ക്യാമറയാണ്. പുതിയതായിട്ട് ആദ്യമായിട്ടൊരു DSLR ക്യാമറ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും എല്ലാം സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് D3500. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ക്യാമറയുടെ കൂടുതൽ ഓപ്ഷൻസിനെ കുറിച്ചും കൂടുതൽ ഉള്ള വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ഞങ്ങൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.